വിപ്ലവം എന്ന് ഓമന പേരിട്ട് വിളിച്ച ചോരക്കളികളിലൂടെയല്ലേ സഖാവെ ചങ്കിലെ ചൈനയുണ്ടായത്? ഒരേ ഭൂപ്രദേശം വിഭജിച്ചല്ലേ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഉണ്ടായത്? ഒരൊറ്റ സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ടല്ലേ ഉക്രൈനും അസർബൈജാനും ജോർജിയയും കസാക്കിസ്ഥാനും ഉൾപ്പെടെ 10-15 രാജ്യങ്ങൾ ഉണ്ടായത്? ആയിരത്തി 1948 കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത രാഷ്ട്രമാണ് ഇസ്രയേൽ എന്നത് ഇടതന്മാർ ഇന്നാട്ടിൽ പറഞ്ഞു പ്രചരിപ്പിച്ച ഒരു യമണ്ടൻ നുണയാണ്. ഇസ്രയേൽ ദേശത്തിന്റെ ലഭ്യമായ ചരിത്രം തന്നെ BCE 2000-നപ്പുറം നീണ്ടു കിടക്കുന്നുണ്ട്. അതെല്ലാം ഒഴിവാക്കി 1948 എന്ന ഇളയിടം പോയിന്റ് എടുത്താൽ പോലും ഒരു ഭൂപ്രദേശം വിഭജിച്ചുണ്ടായ ലോകത്തെ ഏക രാജ്യമാണോ ഇസ്രയേൽ എന്ന ചോദ്യം ബാക്കി കിടക്കും. ഇന്ന് നാം കാണുന്ന 200ഓളം രാജ്യങ്ങളെല്ലാം തന്നെ വിഭജിച്ചും അധിനിവേശത്തിലൂടെയും തന്നെ ഉണ്ടായവയല്ലേ. അറേബ്യയിലെ ഒരു ഗോത്രത്തിനിടയിൽ രൂപം കൊണ്ട ഇസ്ലാം മതത്തിന് കീഴിൽ 57 രാജ്യങ്ങൾ ഉണ്ടായതും ഇങ്ങനെ വിഭജിക്കപ്പെട്ടും കീഴടക്കിയും തന്നെയല്ലേ? അതോ ഓരോ രാജ്യങ്ങൾ ഉണ്ടായപ്പോഴും ഭൂമി വലുതായി പോയതാണോ? വിപ്ലവം എന്ന് ഓമന പേരിട്ട് വിളിച്ച ചോരക്കളികളിലൂടെയല്ലേ സഖാവെ ചങ്കിലെ ചൈനയുണ്ടായത്? ഒരേ ഭൂപ്രദേശം വിഭജിച്ചല്ലേ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഉണ്ടായത്? ഒരൊറ്റ സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ടല്ലേ ഉക്രൈനും അസർബൈജാനും ജോർജിയയും കസാക്കിസ്ഥാനും ഉൾപ്പെടെ 10-15 രാജ്യങ്ങൾ ഉണ്ടായത്? ഇന്ത്യ വിഭജിച്ചല്ലേ പാകിസ്ഥാൻ ഉണ്ടായത്? അത് പിന്നെയും വിഭജിക്കപ്പെട്ടല്ലേ ബംഗ്ലാദേശ് ഉണ്ടായത്? ഇസ്രയേൽ രൂപപ്പെട്ട അതേ മണ്ണ് വിഭജിച്ചല്ലേ ജോർദാൻ ഉണ്ടായത്? ആ പ്രദേശത്തിന്റെ 77% ഭൂമിയും ജോർദാനായി മാറിയില്ലേ? ഇവരെയൊക്കെ അംഗീകരിക്കും. എന്നാൽ ലോക ജനസംഖ്യയുടെ വെറും 0.2% മാത്രമുള്ള ഒരു ജനത ജീവിക്കുന്ന കേരളത്തിന്റെ പകുതി മാത്രം വിസ്തൃതിയുള്ള 4 ഭാഗത്തും അറബ് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഭൂപ്രദേശത്തെ മാത്രം അംഗീകരിക്കില്ല പോലും. ലോക രാജ്യങ്ങൾ ചേർന്ന് UN-ൽ വോട്ടിനിട്ടല്ലേ സഖാവെ ഇസ്രയേൽ ഉണ്ടായത്? UN-ൽ നടന്ന വോട്ടെടുപ്പിൽ 13-നെതിരെ 33 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലല്ലേ പാർട്ടീഷൻ അംഗീകരിക്കപ്പെട്ടത്? 1948 ഇസ്രയേൽ രാജ്യം ഔദ്യോഗികമായി രൂപം കൊണ്ട അന്നു തന്നെ പലസ്തീനും രൂപം കൊണ്ടിരുന്നില്ലേ സഖാവെ? അത് അംഗീകരിക്കാതെ ജൂതനെ തുടച്ചു നീക്കാൻ പോയത് അറബ് രാജ്യങ്ങളായിരുന്നില്ലേ? UN സെറ്റിൽമെന്റ് പ്രകാരം യഹൂദന്മാരുടെ ലോകത്തിലെ ഒരേയൊരു വിശുദ്ധ ദേവാലയമായ ജെറുസലേം അവർക്ക് ലഭിക്കാതിരുന്നിട്ടും ആ വിഭജന പദ്ധതി അംഗീകരിച്ചവരല്ലേ ഇസ്രയേലികൾ? ഇസ്രയേലിന്റെ സ്ഥാപക നേതാവും ആദ്യ പ്രധാനമന്ത്രിയുമായിരുന്ന ബെൻ ഗുറിയോൺ UN പാർട്ടീഷനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഭജന പദ്ധതി ഒട്ടും നീതിപൂർവമായ ഒന്നല്ല എങ്കിലും ഞങ്ങൾ ഈ വിഭജന പദ്ധതിയെ അംഗീകരിക്കുന്നു. എന്തെന്നാൽ ധാരാളം ഭൂമിയും അതിനോടൊപ്പം എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളും കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ച് സ്ഥലമേ ഉള്ളുവെങ്കിൽ പോലും അവിടെ സമാധാനത്തോടുകൂടി കഴിയാനാണ്. 1948 വിഭജന പദ്ധതി അംഗീകരിക്കാത്തത് തെറ്റായി പോയി എന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് തന്നെ പറഞ്ഞില്ലേ സഖാവെ? ഇറ്റ് ആൾ സ്റ്റാർട്ടഡ് ഓൺ 1948 എന്ന പോസ്റ്ററിട്ട് ആളുകളെ കബളിപ്പിക്കുമ്പോൾ 1948 മെയ് 14 പിറ്റേ ദിനം മുതൽ എന്താണ് സംഭവിച്ചത് എന്നുകൂടി ആളുകളോട് പറയണ്ടേ? അറബ് വാർ ആരൊക്കെയാണ് തുടങ്ങിയത് എന്ന് പറയണ്ടേ? ഗാസയും വെസ്റ്റ് ബാങ്കും ആരൊക്കെയാണ് അടിച്ചുകൊണ്ടുപോയത് എന്നതും പറയണ്ടേ? പറയാനും ചോദിക്കാനുമാണെങ്കിൽ ഒരുപാടുണ്ട് സഖാവെ. ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും കാരണം ഒക്ടോബർ 7 ഭീകരാക്രമണം തന്നെയാണെന്ന പരമമായ സത്യം എത്ര നുണ കൊണ്ട് തേച്ചാലും മായ്ച്ചാലും ഇല്ലാതാവില്ല. അവശേഷിക്കുന്ന ബന്ദികളെ ഇനിയെങ്കിലും വിട്ടുകൊടുത്ത് ഈ ചോരക്കളി നിർത്തണമെന്ന് ഹമാസിനോട് പറയാൻ ഒരിക്കലെങ്കിലും താങ്കളുടെ നാക്കൊന്നു വളയണം. ഒരു വിഭാഗത്തിന്റെ മതസ്വത്വബോധത്തെ നിരന്തരം ചൂഷണം ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ കപടമുഖങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെടുക തന്നെ ചെയ്യും.